നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ CPMന് എതിരാളികളില്ലാത്ത അവസ്ഥയാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയും. പതിറ്റാണ്ടുകളായി CPMൻ്റെ കുത്തക സീറ്റാണ് മലമ്പുഴ. 2 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത മണ്ഡലം കൂടിയാണ് മലമ്പുഴ. EK നായനാരും VS അച്യുതാനന്ദനും. CPMലെ പല നേതാക്കളും സുരക്ഷിത മണ്ഡലങ്ങൾ തേടി എത്തുന്ന ഒരു സ്ഥലമാണ് മലമ്പുഴ. 1980-ലും 82-ലും EK നായനാർ ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. 1980-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയായത് മലമ്പുഴയിൽ നിന്ന് വിജയിച്ചാണ്. പിന്നീട് നമുക്കറിയാം VS അച്യുതാനന്ദൻ മാരാരിക്കുളത്തേറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷിത മണ്ഡലം തേടിയെത്തിയതും മലമ്പുഴ തന്നെയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്തും പിന്നീടുമൊക്കെ തന്നെ അദ്ദേഹം മലമ്പുഴയുടെ ജനപ്രതിനിധിയായിരുന്നു. ഈ മലമ്പുഴയെ കീഴടക്കുക എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല തന്നെയാണ്. VSനെതിരെ നേരത്തെ UDF ലതിക സുഭാഷിനെയും സതീശൻ പാച്ചാനിയും ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും അവർക്ക് ആർക്കും തന്നെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇത്തവണ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പുതിയൊരു തന്ത്രവുമായി രംഗത്തെത്തുകയാണ്. VS അച്യുതാനന്ദൻ്റെ അതിവിശ്വസ്തനായിരുന്ന പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്ന AS സുരേഷിനെ അവിടെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് അവർ നീക്കം നടത്തുന്നത്. ഇത് വളരെ തന്ത്രപൂർവ്വമുള്ള ഒരു നീക്കമായിട്ട് വേണം കണക്കാക്കാൻ. കാരണം എത്രയോ വർഷത്തോളം VSൻ്റെ നിഴലായി കൂടെ നടന്ന ആളാണ് AS സുരേഷ്. പാലക്കാട് ജില്ലക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലമ്പുഴ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കും മൂലയും വരെ വളരെ കൃത്യമായിട്ടറിയാം. പാർട്ടിയുടെ ശക്തി എവിടെയാണെന്നും ദൗർബല്യം എവിടെയാണെന്നും എല്ലാം വളരെ നന്നായി അറിയാവുന്നുള്ള സുരേഷിനെ UDF സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നുള്ളത് ഒരുപക്ഷെ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ ആലോചിച്ചെടുത്ത തീരുമാനമാകാനാണ് സാധ്യത. എന്തായാലും ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ AS സുരേഷ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇക്കാര്യത്തിനെ സമീപിച്ചു എന്ന് തന്നെയാണ് സുരേഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ താൻ മത്സരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷം മത്സരിക്കാനായിരിക്കാം ഒരുപക്ഷെ സുരേഷ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ തന്നെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള ജില്ലയാണ്. അവിടെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ്സിന് അവരുടെ നില ഉറപ്പിക്കാൻ കഴിഞ്ഞത്. പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ K ശങ്കരനാരായണനും അതുപോലെ P ബാലനും VC കബീറും ഒക്കെ അങ്ങേറ്റം പോരാടി തന്നെയാണ് പാലക്കാട് ജില്ല കോൺഗ്രസ്സിനെ നിലനിർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള അതേ നിലവാരത്തിലുള്ള നേതാക്കളുടെ അഭാവം പാലക്കാട് ജില്ലയിലുണ്ട്. എങ്കിൽ പോലും പാലക്കാടും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തങ്ങൾക്ക് നേടാം എന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വളരെ തന്ത്രപൂർവ്വമായ ഒരു നീക്കം നടത്തുന്നത്. സുരേഷിനെ കുറിച്ച് നമുക്കറിയാം. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടി രഹസ്യങ്ങൾ പുറത്തുവിട്ടു എന്ന് പറഞ്ഞ് സുരേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്നാൽ പുറത്താക്കിയ സുരേഷ് ആകട്ടെ പിന്നീട് ഒരു പാർട്ടിയിലും ചേർന്നിരുന്നില്ല. പലരും പല പാർട്ടികളിലും ചേരുമെന്ന് അന്നൊക്കെ അഭ്യൂഹങ്ങൾ പറഞ്ഞ് വരുത്തിയിരുന്നുവെങ്കിലും സുരേഷ് എങ്ങും ചേരാതെ സ്വതന്ത്ര നിലപാടുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. VSൻ്റെ അവസാന നിമിഷം വരെയും അദ്ദേഹവുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ആൾ കൂടിയാണ് AS സുരേഷ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ടാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. VSൻ്റെ ഓരോ ദിവസത്തെയും മരുന്ന് ഏതാണ്, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഏതാണ്, ഓരോ നേരത്ത് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെ കൃത്യതയോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ അറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നു AS സുരേഷ്. VSൻ്റെ കൂടെ എപ്പോഴും സുരേഷ് കാണുമായിരുന്നു. ഇത് തന്നെയാണ് CPM നേതൃത്വത്തെ അന്ന് ചൊടിപ്പിച്ചിരുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പക്ഷത്തെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം സുരേഷിനോട് വല്ലാത്ത പക തന്നെയാണ് അവർ വെച്ച് പുലർത്തിയിരുന്നത്. കാരണം VSനോട് ചേർന്ന് നിൽക്കുന്ന പല നേതാക്കൾക്കും സംഭവിച്ച അതേ അവസ്ഥ തന്നെയാണ് VSനോട് ചേർന്ന് നിന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായ സുരേഷും സംഭവിച്ചത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച തുറപ്പ് ചീട്ടായിട്ട് വേണം കണക്കാക്കാൻ. സുരേഷ് മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായ പല അത്ഭുതങ്ങളും സംഭവിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. മലമ്പുഴ പോലെയുള്ള അവരുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ അവരുടെ തന്നെ പൾസ് അറിയാവുന്ന, ആ മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള, ആ മണ്ഡലത്തെ ദീർഘകാലം പ്രതികരിച്ച VSൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സന്തോഷ സഹചാരിയായിരുന്ന ഒരാളിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമ്പോൾ അത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ കോൺഗ്രസ് ഇത്തവണ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് സീറ്റ് യോജന കാര്യത്തിലോ അല്ലെങ്കിൽ സീറ്റുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിലോ ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. VD സതീശൻ എന്ന മികച്ച ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വിദഗ്ധനെ തന്നെ അവർ കാര്യത്തിൽ കളത്തിലിറക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ എവിടെ ആര് സ്ഥാനാർത്ഥിയായാലും അത് ഫലപ്രദമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സതീശന് വ്യക്തമായ ധാരണയുണ്ട്. ഒപ്പം കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയുമായി KSC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും ചേരുമ്പോൾ കേരളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരികെ പിടിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് ഏറെ സഹായകരമാകും സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം കരുതുന്നത്. ഇനി സുരേഷ് കൂടി സമ്മതം മൂളുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സുരേഷ് മത്സരിക്കുകയാണെങ്കിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരിക്കില്ല, UDF സ്വതന്ത്രമായിട്ടായിരിക്കും മത്സരിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം സുരേഷിനെ സംബന്ധിച്ചിടത്തോളം എന്ന് CPMൽ ഉറച്ചു നിന്നിരുന്ന ഒരാൾ തന്നെയായിരുന്നു സുരേഷ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ചേരുക എന്നുള്ളത് ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം. എങ്കിൽ പോലും എത്രയോ CPMലുണ്ടായിരുന്ന നേതാക്കൾ പിന്നീട് UDFുമായി
അടുത്ത ബന്ധം പുലർത്തുകയും UDF ഘടകകക്ഷികളായി മാറുകയും ചെയ്ത MV രാഘവനെയൊക്കെ പോലുള്ള എത്രയോ ഉദാഹരണങ്ങൾ മുന്നിലുള്ള ഒരു കേരളത്തിൽ ഒരുപക്ഷെ സുരേഷ് മലമ്പുഴയെ മത്സരിക്കുകയാണെങ്കിൽ അത് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.